ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ടുപോകുന്നത് ആ ഒരു DVR അല്ലെങ്കിൽ NVR ആയിരിക്കും. അതായത് ആ ഒരു റെക്കോർഡിംഗ് യൂണിറ്റ്. ഇപ്പോൾ പുതിയ മോഡൽ ന്യൂ ജനറേഷൻ കള്ളന്മാർക്ക് എല്ലാം തന്നെ DVR അല്ലെങ്കിൽ NVR എവിടെയാണ് വിൽക്കുന്നതെന്നും അതെങ്ങനെയാണ് അഴിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മളിപ്പോൾ പത്രങ്ങളിലൂടെ കാണുന്ന വാർത്തകളൊക്കെ നോക്കുവാണെങ്കിൽ DVR കള്ളൻ എടുത്തുകൊണ്ട് പോയെന്നുള്ളതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ? നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ക്ലൗഡ് റെക്കോർഡിംഗ് ചെയ്യാം, NAS സെർവർ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും, ഇമെയിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു പിക്ചർ പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ. ഇതൊക്കെ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ളതും ചിലവുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതേസമയം ഏറ്റവും വളരെ ലോവസ്റ്റ്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ ഇതേപോലെയുള്ള മെമ്മറി കാർഡ് വാങ്ങിക്കുക. ഓക്കെ, നിങ്ങൾ വെക്കുന്നത് IP ക്യാമറ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാ IP ക്യാമറയിലും പറ്റിയാൽ ക്യാമറയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെയുള്ളൊരു ഓപ്പണിംഗ് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. ക്യാമറയുടെ ഡാറ്റ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും എത്ര GB മെമ്മറി കാർഡാണ് ആ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യണമെന്ന്. അതിനുശേഷം ഈ ഒരു ക്യാമറയ്ക്കകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ട് ക്യാമറയെ ബ്രൗസർ മോഡിൽ ആക്സസ് ചെയ്യുക. എന്നിട്ട് ആ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. അത് നിങ്ങൾക്ക് മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിംഗ് ചെയ്യാം, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ചെയ്യാം. അത് ഓരോ ക്യാമറയ്ക്ക് ഓരോ രീതിയിലായിരിക്കും വരുന്നത് കേട്ടോ. ഓരോ ബ്രാൻഡിനനുസരിച്ച് അതിനകത്ത് മാറ്റം വരും. പിന്നെ നമ്മുടെ NVR വന്നിട്ട് ആ ഒരു ക്യാമറയെ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ANR എന്നുള്ളൊരു ടെക്നോളജി എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ANR എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് റീപ്ലേനിഷ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് റീഫ്രഷ് ആണ്. അതായത് ക്യാമറയ്ക്കുള്ളിൽ വീഡിയോ സേവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ക്യാമറ ഓൺ ആണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്കുള്ളിൽ വീഡിയോ സേവ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ NVRലേക്ക് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ANR ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്താൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? എല്ലാ NVRലും ആ ഒരു ഫീച്ചർ ഇല്ല. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ NVR ഓഫ്ലൈൻ ആയി പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഓഫായി പോകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ ക്യാമറക്കുള്ളിൽ കിടക്കും അല്ലേ. ക്യാമറ ആ സമയത്ത് ഓൺ ആയിരിക്കും. ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ക്യാമറ ഓൺ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു പരിപാടി നടക്കുകയുള്ളൂ. ക്യാമറ ഓൺ ആണെന്നുണ്ടെങ്കിൽ ക്യാമറക്കുള്ളിൽ ആ വീഡിയോ സേവ് ആകും. NVR ഓൺ ആയി വരുന്ന സമയത്ത്, NVR എന്തെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓഫ് ആയി പോയിട്ട് ഓൺ ആയി വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ത് ചെയ്യും, ഈ ക്യാമറയ്ക്കുള്ളിൽ സേവ് ചെയ്തിരിക്കുന്ന വീഡിയോ നേരെ ആ ഒരു മെമ്മറി കാർഡിൽ നിന്ന് ക്യാമറ പുഷ് ചെയ്തിട്ട് NVRന്റെ ഉള്ളിലേക്ക് വിടും. അങ്ങനെ NVRന്റെ ഉള്ളിലേക്ക് ആ ഒരു വീഡിയോയുടെ കോപ്പി സേവ് ആയി കിടക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്യാമറകളിലും ഇതേപോലെ മെമ്മറി കാർഡ് ഇട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ വെക്കുന്ന ക്യാമറകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ 64 GB 120 GB 256 GB ഏത് മെമ്മറി കാർഡാണോ ആ ഒരു ക്യാമറയ്ക്ക് സ്യൂട്ടബിൾ അത് നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും കള്ളന്മാർ കയറിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് NVRുമായിട്ട് പോയി കഴിഞ്ഞാൽ അവനോർക്കും ഇത് NVR കൊണ്ടുപോയാലും ഞാൻ സുരക്ഷിതരാണല്ലോ എന്ന്. പക്ഷേ അങ്ങനെ NVR കൊണ്ടുപോകുന്ന ഒരാൾ ഒരു സ്ഥലങ്ങളിലും ക്യാമറയും കൂടെ അഴിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം ക്യാമറ അത്ര പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കില്ലല്ലോ ഇരിക്കുന്നത്. മാത്രമല്ല ഏതൊക്കെ ക്യാമറകളിൽ മെമ്മറി കാർഡ് ഇട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ കള്ളനെ അറിയാനും പറ്റില്ല. മെമ്മറി കാർഡിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല, 1000 രൂപ താഴെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല, വാതിൽ അങ്ങോട്ട് തല്ലിപ്പൊളിച്ചാൽ പോലും നമുക്ക് എത്ര രൂപ നഷ്ടം വരും നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ വീഡിയോസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ വീഡിയോസിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്താൽ മതി. ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടണോടായിട്ട് ചേർന്ന് കാണുന്ന ആ ഒരു ജോയിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഒരുപാട് പ്രൈവറ്റ് വീഡിയോസ് ഉണ്ട്, കോൺഫിഗറേഷൻ വീഡിയോസ് ഒരുപാട് പ്രൈവറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.